ഹെൽത്തി ആയിട്ടുള്ള ഒരു പാൻ കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനിപ്പോൾ എടുത്തേക്കുന്നത് രണ്ട് പാൻ കേക്കിന് വേണ്ടി മാത്രമാണ് എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഡയറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം അതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇതിനകത്തോട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇച്ചിരി രണ്ട് മൂന്ന് സ്പൂൺ ചെറിയ സ്പൂൺ ഗോതമ്പ് പൊടിയും റാഗിപ്പൊടിയുമാണ്. റാഗിപ്പൊടിയും 2-3 സ്പൂൺ എടുത്തേക്ക്, രണ്ടും ഈക്വലായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഇതൊന്നും ചെയ്യാതെ ഡയറ്റൊന്നും ചെയ്യാത്തവർക്കാണെങ്കിൽ ഈ ഗോതമ്പ് പൊടിക്ക് വരാം അരിപ്പൊടിയോ അവലോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒരു റോബസ്റ്റ പഴം ഞാൻ ചേർത്ത് കൊടുക്കണേ. പഴം ഇപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 കൈപ്പിടി തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊച്ചു പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്തോട്ട് നമ്മൾ ഡയറ്റ് ചെയ്യാതെ ആണെങ്കിൽ ഉപയോഗിക്കുന്നെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാരയും കൂടെ വേണമെങ്കിൽ പിള്ളേർക്കാണെങ്കിലും അല്ലെങ്കിൽ ഡയറ്റ് ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിലും ഇട്ട് കൊടുക്കുക. ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ ഒരു പരുവത്തിന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒഴിച്ചു കൊടുത്ത് ദോശ പോലെ ഇതുപോലെ പാൻ കേക്കിനകത്ത് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്, നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ റോബസ്റ്റ പഴത്തിൻ്റെ ഒരു മധുരം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർക്കുകയാണെങ്കിൽ, പഞ്ചസാര അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് വരുമ്പം ശർക്കര ഇട്ട് കൊടുത്താലും മതി. ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇച്ചിരി നെയ്യ് ഇട്ട് കൊടുക്കണം. നെയ്യ് ചേർത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ആദ്യത്തെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിനോട് ഇത് ചൂടോടെ ആണെങ്കിൽ കറിയൊന്നും ആവശ്യമില്ല. എങ്കിൽ പോലും നമുക്ക് കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഒരു ഡയറ്റ് ചെയ്യുന്നവർക്ക് ഇപ്പം തേങ്ങയൊന്നും ഇഷ്ടമില്ലെങ്കിൽ തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം തേങ്ങ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഒന്നും അത്ര ഇതായിട്ട് കുഴപ്പമില്ല ചേർക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റാഗിയുടെ കൂടെ നമ്മൾ എന്തെങ്കിലും വേറെ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ അത് വിട്ടുപോരും, ടേസ്റ്റ് കാണില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ അരിപ്പൊടിയോ അതുപോലെ തന്നെ അവലോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണിത്. ട്രൈ ചെയ്യണേ.